നിലവിലത്തെ ഒരു കണ്ടീഷൻ വെച്ച് രാഹുൽ മാങ്കൂട്ടം നീതി അർഹിക്കുന്ന ഒരാൾ തന്നെയാണ്. സ്ക്രീൻഷോട്ട് എല്ലാം പുറത്തു വരുന്നുണ്ട്, ആർക്കും പരാതിയില്ല. ഓൺലൈൻ വഴി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു. പാതിരാത്രിയിൽ ചവിട്ടിപ്പൊളിച്ച് ലോഡ്ജിൻ്റെ മുറി ചവിട്ടിപ്പൊളിച്ച് അല്ലെങ്കിൽ അവിടെ കിടന്ന ഫ്ലാറ്റിൻ്റെ മുറി ചവിട്ടിപ്പൊളിച്ച് കയറി ചെല്ലുന്നു, അറസ്റ്റ് ചെയ്യുന്നു. പിണറായി വിജയനും അതുപോലെ തന്നെ പിണറായി വിജയൻ ഭരണ സമയത്ത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തെ ഒരു ഇരയാക്കി മാറ്റുകയും ഏതൊക്കെയോ സ്ത്രീകൾ എന്ന് വെച്ചാൽ ഏതൊക്കെയോ ഇരകളെ കൊണ്ട് അവരെ എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പിണറായി വിജയൻ സർക്കാർ ഭരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇരയായിട്ടുള്ള നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം MLA ആയി കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ പേര് കുറേ കൂടുതൽ പെണ്ണ് കേസുകൾ അങ്ങനെ ഇതൊക്കെ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇതുവരെ ഒരു കോടതി ശിക്ഷിച്ചിട്ടുമില്ല. അപ്പോൾ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തപ്പോഴെല്ലാം അദ്ദേഹം ഇതായിട്ട് ഇറങ്ങി പോരുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും ഓർത്തുന്നത് അദ്ദേഹം നിരപരാധിയാണ്, അദ്ദേഹത്തിനായിട്ട് സർക്കാർ പഴിയാർക്കുന്നതെന്നൊക്കെ തോന്നി. പക്ഷേ UDF സർക്കാർ വന്നിട്ടും ആ കേസിനെ പറ്റി ഒരു അന്വേഷണം ഒന്നുമില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ പോലും ആ ഒരു അന്വേഷണം പുനരന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനോടകം ഇപ്പോൾ ഇത്ര ഇതൊക്കെ കണ്ടിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണോ അതോ പ്രതിയാണോ, എന്താണ് താങ്കൾക്ക് തോന്നിയിട്ടുള്ളത്? നിലവിലത്തെ ഒരു കണ്ടീഷൻ വെച്ച് രാഹുൽ മാങ്കൂട്ടം നീതി അർഹിക്കുന്ന ഒരാൾ തന്നെയാണ്. കാരണം അതിൻ്റെ അകത്ത് പറയാനുള്ള കാര്യം, പിണറായി വിജയനും അതുപോലെ തന്നെ പിണറായി വിജയൻ ഭരണ സമയത്ത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തെ ഒരു ഇരയാക്കി മാറ്റുകയും ഏതൊക്കെയോ സ്ത്രീകൾ എന്ന് വെച്ചാൽ ഏതൊക്കെയോ ഇരകളെ കൊണ്ട് അവരെ എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അത് നമുക്കെല്ലാവരും ഒക്കെ അറിയാം. സ്ക്രീൻഷോട്ട് എല്ലാം പുറത്തു വരുന്നുണ്ട്, ആർക്കും പരാതിയില്ല. ഓൺലൈൻ വഴി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു. പാതിരാത്രിയിൽ ചവിട്ടിപ്പൊളിച്ച് ലോഡ്ജിൻ്റെ മുറി ചവിട്ടിപ്പൊളിച്ച് അല്ലെങ്കിൽ അവിടെ കിടന്ന ഫ്ലാറ്റിൻ്റെ മുറി ചവിട്ടിപ്പൊളിച്ച് കയറി ചെല്ലുന്നു, അറസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞപ്പോഴും ഇപ്പോഴും എന്താണ് UDFനെ വിശ്വസിച്ച് നിന്നൊരു മനുഷ്യനാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സ്വന്തം പാർട്ടി തന്നെ ചതിച്ചതാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ നേതാവിനെ സ്വന്തം പാർട്ടി തന്നെ ചതിച്ചതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരുമോ ഈ പ്രാവശ്യം ജയിച്ചാൽ? കാരണം അടികൊണ്ടും പോലീസുകാരുടെ ഇടികൊണ്ടും പിണറായിക്കെതിരെ പൊരുതി നിന്ന ആളാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു യുവ നേതാവ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റിയ ഒരാളെ ഇരുത്തി കളയുക എന്നത് കോൺഗ്രസിൻ്റെ ലക്ഷ്യമായി എനിക്കിപ്പോൾ കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം കോൺഗ്രസ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇരുന്നിട്ട് പോലും കോൺഗ്രസ്സിലെ ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിച്ച ഒരു നേതാവിൻ്റെ കേസ് എന്താണ് സത്യാവസ്ഥയെന്ന് പുറം ലോകത്തെ അറിയിക്കാൻ ഒരു അന്വേഷണം പോലും കൊണ്ടുവരാൻ സാധിച്ചില്ല എങ്കിൽ ആ പാർട്ടിയിൽ പിന്നെ എന്ത് വിശ്വാസമാണ് ജനങ്ങൾക്കുള്ളത്? കാരണം സ്വന്തം അടിയായിട്ട് സ്വന്തം കൂടെ നിന്ന് കോൺഗ്രസ്സിന് വേണ്ടി തന്നെ ഇങ്ങനൊരു MLA ഒരു കേസ് വന്നപ്പോൾ തന്നെ ഒരു പെണ്ണ് കേസ് വന്നപ്പോൾ തന്നെ രാജിവെച്ച് പിന്മാറിയ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തി, പാലക്കാടിൻ്റെ സ്വന്തം രാഹുൽ മാങ്കൂട്ടം. ഇനിയാണെങ്കിലും ആ മനുഷ്യൻ അവിടെ നിന്നാൽ സുഖമായി ജയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനാണ്. കാരണം ആ മനുഷ്യൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഉറക്കെ പറയാൻ ചങ്കൂറ്റം കാണിച്ച ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. പക്ഷേ ഇപ്പം പുള്ളിക്കാരൻ വളരെ സൈലൻ്റായിട്ടാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് സൈലൻ്റ് ആകുന്നത്? സ്വന്തം പാർട്ടി ഭരിക്കുമ്പോൾ അതിനെപ്പറ്റി വിശദമായുള്ള അന്വേഷിച്ച് അത് രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാണെങ്കിൽ കൃത്യമായ നിയമ നടപടിക്ക് പോവുകയും തെറ്റുകാരനല്ലെങ്കിൽ അത് സമൂഹത്തോട് വിളിച്ചു പറയുവാനുമുള്ള ബാധ്യത പുറത്താക്കിയ പാർട്ടിക്കാർക്കില്ലേ? ഒരു പാർട്ടിക്കാരൻ അന്നേരം ഒരു ന്യൂസ് കണ്ടപ്പോഴേ പറഞ്ഞതാണ്, ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്നും പറഞ്ഞ് കടലാസ് ടിഷ്യൂ പേപ്പർ തൂത്ത് കളയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തെ എന്തിനാണ് പാർട്ടി പുറത്ത് കളഞ്ഞത്? തെറ്റുകാരനാണെന്ന് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ തെറ്റുകാരനാണെന്ന് വിധിച്ചുകൊണ്ട് അവർ പുറത്താക്കി. പിന്നെ എന്തുകൊണ്ടാണ് തെറ്റുകാരനല്ലെന്ന് കണ്ടിട്ടും തിരിച്ചെടുക്കാത്തത്? പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഇതുവരെ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല. UDFന് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. UDFൻ്റെ നല്ല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയും പിണറായി എപ്പോഴും പുള്ളിക്കാരൻ കടന്നാക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടിരുന്നപ്പോഴല്ല പോലീസിൻ്റെ ബൂട്ടുകളുടെ ഇടയിലേക്ക് തള്ളിവിട്ടത് ആരാണ്? കോൺഗ്രസ് പാർട്ടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിവിട്ടത്. അല്ലെങ്കിൽ ആ നേതാവിനെ ഇരുത്തി കളയുകയാണ് ചെയ്തത്. കാരണം സ്വന്തം പാർട്ടി ചതിച്ചു എന്ന് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. അതാണ് സത്യം പറഞ്ഞാൽ സംഭവിച്ചത്. കാരണം ആ പാലക്കാടിലെ ജനങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള മനസ്സുണ്ടായിരുന്ന ഒരു യുവ നേതാവായിരുന്നു നമ്മുടെ രാഹുൽ മാങ്കൂട്ടം. അതെല്ലാവർക്കും അറിയാം. കാരണം പുള്ളിക്കാരൻ തെറ്റുകാരനല്ലെന്നും എല്ലാവർക്കും അറിയാം. തെറ്റുകാരൻ അല്ലാത്തതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇപ്പോഴും സമൂഹത്തിൽ നിന്ന് ഒളിച്ചോടാതെ മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. എവിടെ ഈ ഇരകളൊക്കെ? ഇരകളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇരകളൊക്കെ ഇപ്പോൾ എവിടെ? അവരൊക്കെ മരിച്ചുപോയോ? അല്ലെ അവർക്ക് പരാതികളൊന്നുമില്ലേ? എല്ലാവരും പറഞ്ഞു എനിക്ക് സ്ക്രീൻഷോട്ട് ഉണ്ട്, ഞാൻ പുറത്ത് വിടുമെന്ന് പറഞ്ഞ് കുറേ സ്ക്രീൻഷോട്ടുകൾ പുറത്ത് വിട്ടു. ഈ സ്ക്രീൻഷോട്ട് അങ്ങോട്ട് PM ഒരു ഹായ് അയച്ചാൽ അതിന് റിപ്ലൈ തന്നാൽ മാത്രമേ ഉള്ളല്ലോ. പിന്നെ ഈ പീഡിപ്പിക്കുമ്പം ഇരകൾക്കറിയത്തില്ലേ അയ്യോ ഞങ്ങളെ പീഡിപ്പിക്കുകയാണെന്ന്? അതോ അവർ മനഃപൂർവ്വം സമ്മതിച്ചുകൊണ്ടുള്ള പീഡനം കഴിഞ്ഞിട്ട് പിന്നെ എന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് പുറം ലോകത്തോട് വിളിച്ച് പറയുന്ന തനി പോക്രിത്തരമല്ലേ അവർ കാണിച്ചത്? സത്യം പറഞ്ഞാൽ പോക്രിത്തരം തന്നെയാണ് കാണിക്കുന്നത്, അല്ലേ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഒരാണായി നിൽക്കുന്ന എല്ലാവർക്കും അത് പറയാൻ പറ്റും. കാരണം അത് ഒരാളെ ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീയെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അവരെ ഇര എന്ന് മുദ്ര കുത്തും. മറിച്ച്
തെറ്റുകാരനാണെന്ന് വിധിക്കുന്നതിന് മുമ്പ് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആണുങ്ങളുടെ തൊലി വലിച്ച് കീറി ഒട്ടിച്ച് ഭിത്തിയെ ഫോട്ടോയും കൂടെ വെക്കും. അതാണ് മാധ്യമ സുഹൃത്തുക്കൾ, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അത് സത്യസന്ധമായ ഒരു കാര്യമല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വലിയൊരു ഇരയാണ്. കാരണം അവന് ചെയ്യാൻ പറ്റാത്ത അവന് ചെയ്യാനൊന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ഇടവഴി വെച്ച് നിർത്തിവെച്ച് അവൻ നേതാവായി അവൻ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി ഒന്നുമല്ലാതെ സ്വന്തം പാർട്ടിയിൽ നിന്ന് പാർട്ടിയുടെ അനുസരണം പുറന്തള്ളിക്കളഞ്ഞു. അതിൻ്റെ സത്യം പറഞ്ഞാൽ UDFൻ്റെ കൈയുണ്ട്. കാരണം ഈ ഒരു കളി വന്നിരിക്കുന്ന UDFും പിണറായി വിജയനുള്ള കൂട്ടുകെട്ടാണോ അല്ല ഒത്തൊരുമിച്ചാണോ എന്ന് എനിക്കിപ്പോൾ സംശയം. കാരണം ഈ പാർട്ടി വന്നിട്ട് പോലും, ഈ ഭരണം വന്നിട്ട് പോലും കോൺഗ്രസ്സുകാർ പ്രതികരിക്കുന്നില്ല, അതിനെപ്പറ്റി ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നില്ല. അല്ലെങ്കിൽ ഒരു അന്വേഷണം ഞങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടം ഒരു പരാതി കൊടുക്കുന്നുമില്ല. ഇതിലേക്കുള്ള ഒത്തുകളി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലിനെ ഇരുത്തി കളയുകയും രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യേണ്ട ഇവരുടെയൊക്കെ രൂക്ഷമായ ഇവരുടെ കൂടെ നിന്നുള്ള കുതികാല് വെട്ടുക, അല്ലെങ്കിൽ കാലിനടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തെന്നിച്ച് ദൂരെ കളയുക എന്നുള്ളത് തന്നെയാണ്. അത് വ്യക്തമായ രീതിയിൽ നമുക്കിപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞാണ്. കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും പാലക്കാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്നൊരു ഇതാണ്. പക്ഷേ ചങ്കുറപ്പം കാണിക്കേണ്ട സമയം കഴിഞ്ഞു പോയായിരുന്നു. ഈ ഇലക്ഷന് തന്നെ രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനായിട്ട് പാലക്കാട് നിന്നാൽ മതിയായിരുന്നു. പാലക്കാട് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടേനെ. അങ്ങനെ സ്വതന്ത്രനായിട്ട് നിന്നാൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് നിയമസഭയിൽ ചോദിക്കേണ്ട അവസ്ഥയുണ്ടായേനെ. അതൊരു പോയിൻ്റാണ്. അപ്പോൾ ഇതെല്ലാം മുൻനിർത്തി കണ്ട്, കാരണം കഴിവുള്ളവനെ ഇരുത്തി കളഞ്ഞാലേ കഴിവില്ലാത്ത വയസ്സന്മാരായ മന്ത്രിമാർക്ക് നമുക്കിനിയും മന്ത്രിമാരായിട്ട് ഇരുത്തുള്ളൂ, ഇരിക്കാൻ പറ്റുള്ളൂ. അല്ല യുവജനങ്ങൾ കയറി വന്നു കഴിഞ്ഞാൽ യുവ ഐഡിയകൾ പറ്റി മുന്നോട്ട് വരും. ഇത് പഴയ മന്ത്രിമാർ അല്ലെങ്കിൽ മന്ത്രിയാവാൻ പോലും യോഗ്യതയില്ലാത്ത ആൾക്കാർ ഇരുന്ന് കഴിഞ്ഞാൽ പഴയ കാര്യങ്ങൾ തന്നെ വീണ്ടും റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. അത്രയും മാത്രമേ സംഭവിക്കുകയുള്ളൂ. അല്ല കേരളത്തിന് ഫുള്ളായിട്ടൊരു വികസനം സംഭവിക്കുകയില്ല. അതാണ് ഇതിൻ്റെ അകത്തെ കാര്യം. കാരണം ഈ പിടിവാശി എന്ന് പറയും. കാരണം കിളവന്മാർക്ക് മാത്രം വേണം, അല്ലെങ്കിൽ എനിക്ക് മാത്രം മന്ത്രിസ്ഥാനം വേണമെന്ന പിടിവാശി, അത് നമ്മൾ കണ്ടതാണ്. ഏറ്റവും വൈകി മന്ത്രിസഭ രൂപീകരിച്ച ഒരു നാട് കൂടിയാണ് കേരളം. ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ കഴിഞ്ഞ് എത്രയോ താമസിച്ചതിന് ശേഷമാണ് ഒരു മന്ത്രിസഭ രൂപീകരിച്ചത്. അതുതന്നെ പാർട്ടിക്കകത്തുള്ള തമ്മിലടിയും വഴക്കും കാരണമാണ്, ഇല്ലേ? ലാസ്റ്റ് എല്ലാം ഒരു തീർപ്പായി വന്ന് എത്ര നാൾ കൊണ്ടാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവിനെ ഇരുത്തി കളഞ്ഞത് സ്വന്തം പാർട്ടി തന്നെയാണ്. അത് വ്യക്തമായിട്ട് പറയാം. അല്ലെങ്കിൽ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, എവിടുന്നാണ് ഈ ഇരകൾ എവിടുന്ന് വന്നു എന്നതാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. ഈ ഇരകളുടെ ലക്ഷ്യം എന്തായിരുന്നു? അല്ലെങ്കിൽ ഈ ഇരകൾ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഒറ്റിക്കൊടുത്തത്? ഇവർക്കാർക്കും പരാതിയില്ല, കുറേ സ്ക്രീൻഷോട്ട് മാത്രം പുറത്ത് വിടുന്നുള്ളൂ. ഈ സ്ക്രീൻഷോട്ട് ഇതിന് മാത്രം സ്ക്രീൻഷോട്ട് പുറത്ത് വിടാൻ ഇവരെന്നാ ഈ സ്ക്രീൻഷോട്ടിന് മാത്രം ജനിച്ചവരാണോ? എൻ്റെ ചോദ്യം. ഇതൊക്കെ ചോദ്യങ്ങളാണ്. കാരണം രാഹുൽ മാങ്കൂട്ടം സൈലൻ്റ് ആയിട്ടിരിക്കുന്നെങ്കിൽ അവൻ പാർട്ടിയിൽ വിശ്വസിച്ച് വീണ്ടും വീണ്ടും മുന്നോട്ട് പോകുന്ന ഒരു യുവ നേതാവാണ്. കാരണം ചവിട്ടി താത്തവന് ഉയർച്ച ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഉള്ള ഈ പാർട്ടിക്കാർ തന്നെ ചോദിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ പാർട്ടിക്കാരോട് തന്നെ ചോദിക്കേണ്ടി വരും. അതിന് മറുപടി പാർട്ടിക്കാർ കൊടുക്കേണ്ടി വരും. സ്വന്തം കൂടെ നിന്നവൻ്റെ കുതികാല് വെട്ടിയിട്ട് എന്ത് നേടിയെന്ന്. കാരണം പെണ്ണ് കേസ് കൊണ്ടുവന്നതും ചിലപ്പോൾ UDF ആയിരിക്കും. കാരണം പിണറായി വിജയനുമായിട്ടുള്ള ഒത്തുകളിയാണോ ഇതിൻ്റെ അകത്ത് സംഭവിച്ചതെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ് പിന്നെ ഒരു പെണ്ണുങ്ങൾക്ക് മറുപടിയില്ല, ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലാത്ത ഒരാൾക്കാർക്കും? പേര് പുറത്ത് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ആണുങ്ങൾ പിന്നെ ആണുങ്ങൾ ഇതെല്ലാം ഏറ്റുവാങ്ങുന്ന ആൾക്കാരാണോ? ആണുങ്ങൾക്കും പ്രതികരിക്കാനുള്ള ശേഷിയുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഒരിടം പ്രതികരിച്ചില്ല, പാർട്ടിയുടെ വില കളഞ്ഞില്ല, പാർട്ടിക്ക് വേണ്ടി എതിരെ ഒന്നും ചെയ്തുമില്ല. അതെന്നാന്ന് വെച്ചാൽ അത് അവൻ്റെ മര്യാദ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നതെന്നറിയില്ല. പക്ഷേ ജനങ്ങൾക്കറിയാം രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനല്ല. പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്ന സമയത്ത് പോലും പീഡനമല്ല, അത് പീഡിപ്പിച്ച് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അയ്യോ എന്നെ പീഡിപ്പിച്ച്, എന്നെ ദേഹ ഉപദ്രവിച്ച്, എനിക്കതറിയത്തില്ലായിരുന്നു എന്നും പറഞ്ഞ് വരുന്ന വെറും ചീപ്പ് മെൻറ്റാലിറ്റി. എന്ന് വെച്ചാൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഓരോ ഇരകളും കടന്നു വരുന്നത്. ഇതൊക്കെ ചീപ്പ് പബ്ലിസിറ്റിയാണ്. പീഡിപ്പിച്ച് കഴിഞ്ഞാൽ എന്നെ പീഡിപ്പിച്ചെന്നറിയുന്നത്, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ അത് മെസ്സേജ് ആയിരുന്നെന്ന് തിരിച്ചറിയുക, പിന്നെ മാധ്യമങ്ങളുടെ മുറ്റി കൊട്ടിഘോഷിക്കുക, അതൊക്കെ ചെയ്യുന്നത് വളരെ മ്ലേച്ഛമായ ഒരു ഇതാണ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അതിന് വേറൊരു പേരാണ് പറയുന്നത്, ഞാനത് ഇവിടെ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ തന്തയ്ക്ക് പിറക്കാഴിക എന്നാണ് പറയുന്നത്. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒറ്റ വാക്കിലും ഒറ്റ ഇതിലും വേണം, എന്നെ പീഡിപ്പിച്ചു, എനിക്ക് അതിന് നീതി വേണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകണം. ഇപ്പോൾ പെണ്ണുങ്ങളെ ആ ഇരകളൊക്കെ എവിടെ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പദവിയും പോയി, MLA സ്ഥാനവും പോയി, പാർട്ടിയിൽ നിന്ന് പുറത്തുവാക്കി കഴിഞ്ഞപ്പോൾ ഒരു ഇരകൾക്ക് ഒരു തൂക്കേടും ഇല്ല. അല്ലേ അതിന് മുമ്പ് മറ്റേ അട്ട കടിക്കുന്ന പോലെയായിരുന്നു. അട്ട കടിക്കുന്നതിന് മരുന്ന് മറ്റേ സാനിറ്റൈസർ അടിക്കുന്ന പോലെയായിരുന്നു. മൊത്തം കടിച്ച് ഇറുകിയിരിക്കുമായിരുന്നു. മാധ്യമങ്ങൾക്കിടെ 24 hours രാഹുൽ എന്നെ പീഡിപ്പിച്ച് എനിക്ക് നീതി വേണമെന്ന് പറഞ്ഞ് അലറിക്കറിഞ്ഞ ഇരകൾ, വിദേശത്തുള്ള ഇരകൾ, ഇവരൊക്കെ ഇവിടെ ഇപ്പം അവരൊക്കെ സൈലൻ്റാണ്. കാരണം നല്ലൊരു നേതാവിൻ്റെ ഭാവിയും പോയി, മന്ത്രി പദവി വരെ എത്താവുന്ന ഒരു 5 വർഷം മന്ത്രി പദവി വരെ എത്താവുന്ന ഒരു യുവ നേതാവിനെ ഇല്ലെന്നാക്കി കളഞ്ഞപ്പം ഇവൾമാർക്കിടെയൊക്കെ ആ ചൊറിച്ചിലും മാറി, തൂക്കേടും മാറി. ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. കാരണം ആണുങ്ങളാണെങ്കിൽ ആണുങ്ങൾ അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെ ആണുങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. ഈ 2 കൈയും കൂടെ കൂട്ടിമുട്ടാതെ ഏതെങ്കിലും ഒന്നുണ്ടാവുമോ? ഒച്ച കേൾക്കുന്ന അല്ലാതെ കൈയുണ്ടോ? 2 കൈയും കൂട്ടിമുട്ടി അഥവാ പീഡിപ്പിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ഈ പീഡിപ്പിക്കുമ്പോൾ അറിയത്തില്ല ഇത് പീഡനമാണെന്ന്, അല്ല ദേഹത്ത് വേദന കേൾക്കുമ്പോൾ അറിയത്തില്ല ഇത് പീഡനമാണെന്ന്. അവിടെ ഇവിടെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് പറയുമ്പോൾ അതിനൊക്കെയുള്ള അർത്ഥം എന്താണ്?
ഇതിനൊക്കെ രണ്ടുപേരും സമ്മതത്തോടെ ചെയ്തതിന് ശേഷം പിന്നെ ആരെങ്കിലും അറിഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും പബ്ലിസിറ്റിക്ക് വേണ്ടി ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി അയ്യോ എന്നെ പീഡിപ്പിച്ച് എൻ്റെ ഈ സ്ക്രീൻഷോട്ട് ഉണ്ട് എന്നാൽ പിന്നെ പീഡിപ്പിക്കുന്ന വീഡിയോയും കൂടെ എടുത്ത് ഇവർ പുറത്ത് വിടണ്ടേ? എന്തുകൊണ്ട് വിടുന്നില്ല? ഇതിൻ്റെ അകത്തൊക്കെ ഇര എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടമാണ് സത്യം പറഞ്ഞ ഇര. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോട്ടോ അടക്കം വന്ന് ലോഡ്ജിൽ നിന്ന് അവൻ്റെ റിസോർട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന വീഡിയോ അടക്കം പുറത്ത് വന്ന് അവനെയാണ് സമൂഹത്തിൽ ഇല്ലെന്നാക്കാൻ ശ്രമിച്ചത്. അല്ലാതെ അവനെ എതിരെ പ്രവർത്തിച്ച പെണ്ണുങ്ങളൊക്കെ ഇപ്പം വലിയ വലിയ പദവിയിലായിരിക്കും. ചിലപ്പം പാർട്ടിക്കാർ തന്നെ കമ്മീഷൻ കൊടുത്തും പാർട്ടിക്കാർ തന്നെ കൂലി കൊടുത്തും കൊണ്ടുവന്നവരായിരിക്കും. ഇപ്പോൾ അവളൊക്കെ ഏത് പദവിയിലാണെന്ന് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? അവളൊക്കെ ചിലപ്പോൾ ഉയർന്ന പദവിയിലായിരിക്കും. വലിയ കമ്പനിയുടെ കീഴിലോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ സർക്കാർ ഓഫീസിൻ്റെ ഏതെങ്കിലും ഒരു കസേരയിൽ ഈ ഇരകളൊക്കെ പള്ളി പിടിച്ചിരിപ്പുണ്ടാവും. കാരണം അതുപോലത്തെ നീതിയാണ് നമ്മുടെ ഈ നശിച്ച കേരളത്തിലുള്ള. ആണുങ്ങൾക്ക് നീതിയൊന്നുമില്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടം സത്യസന്ധനാണ് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഇത് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അവൻ ഉറപ്പുള്ളതുകൊണ്ട് അവൻ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തി സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. എനിക്കതിൽ ഒരു അഭിമാനമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രതികരിക്കാതെ ഇരകളെ കൊല്ലുക എന്ന് പറയും. മനസാക്ഷി എന്നുള്ള അവനുണ്ട്. പിന്നെ പാർട്ടി പ്രതികരിക്കണം. സത്യം പറഞ്ഞാൽ പുറത്താക്കാൻ കാണിച്ച അതേ ആർജവവും ചങ്കൂറ്റവും കാണിച്ചില്ലെങ്കിൽ ആ പാർട്ടിയിൽ UDF എന്ന് പറഞ്ഞ പാർട്ടിയിൽ ഒരു ആളും ഇനി വിശ്വസിക്കുകയാൽ. സ്വന്തം അണികൾക്ക് തന്നെ തൃപ്തിയില്ലാത്ത രീതിയിൽ പാർട്ടി പോയാൽ പാർട്ടി തകരും. ആ പാർട്ടി തകരുന്നത് എതിർ പാർട്ടിക്ക് വളമായി മാറുകയും ചെയ്യും. അത് തന്നെ കളിച്ച കളിയായിരിക്കാം പിണറായി വിജയൻ ഭരണത്തിൽ ചെയ്യുന്ന സമയത്ത് രാഹുലിനെ പെടുത്തിയത്. ഇപ്പോൾ ആ ഇരകളെവിടെ? അത് ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇപ്പോൾ ഇരകളില്ലേ? ഇരകൾക്ക് ബോധക്ഷയമുണ്ടോ? എല്ലാവരുടെയും മുന്നിൽ എല്ലാവരുടെയും മുന്നിൽ ഒന്നും ഇല്ലാതാക്കി മാറ്റി അവൻ പെണ്ണുപിടിയനാണെന്നാക്കി മാറ്റി കഴിഞ്ഞപ്പോൾ ഇരകൾക്കൊരു സൂക്കേടുമില്ല. ഇതാണ് സമൂഹം, ഇതാണ് നീതി. ആദ്യം പൊളിച്ചെഴുതേണ്ടത് നീതിയാണ്. തുല്യനീതി നടപ്പാക്കണം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. അത് കൃത്യമായ രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം ആ നീതി നടപ്പാക്കുകയും ചെയ്യണം. അല്ലാതെ ഒരു വ്യക്തിയെ തന്നെ ടാർഗറ്റ് ചെയ്ത് അവനെ ഇല്ലെന്നാക്കാൻ ശ്രമിക്കുന്നത് വെറും മോശമാണ്. അത് ഈ കേരളത്തിലേ നടക്കൂ.